എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. ഞാനിന്ന് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലല്ല, സാധാരണ പാത്രത്തിലാണ്. അതിനുവേണ്ടി 1 കപ്പ് തൂരപ്പരിപ്പ് നന്നായിട്ട് കഴുകി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. ഇനി പരിപ്പ് കറി ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുതിർത്തു വച്ചിരിക്കുന്ന പരിപ്പിടുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് കീറിയത്, ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. പരിപ്പ് തിളയ്ക്കുമ്പോൾ പാത്രം അടച്ചു വെച്ച് വേവിക്കുക. നന്നായിട്ട് വെന്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. 5 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് മൂപ്പിക്കുക. അതിലേക്ക് 4 വറ്റൽമുളക് ഇട്ട് 10 സെക്കൻഡ് വീണ്ടും മൂപ്പിക്കുക. അതിലേക്ക് 6 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത ശേഷം കറിയിൽ ഒഴിക്കുക. പരിപ്പ് കറി 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നന്നായിട്ട് ഇളക്കി ചപ്പാത്തിക്കൊപ്പമോ ചോറിൻ്റെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.